ഹലോ ഗൈസ്, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് വേണം, കറിവേപ്പില വേണം, 2 തക്കാളി വേണം, 2 സവാള വേണം വലുത്. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനാവശ്യമായ തേങ്ങയും നമുക്ക് വേണം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള. ഇനി ഇതെങ്ങനെ ആക്കുന്നത് നമുക്ക് നോക്കാം. അടുത്തായിട്ട് നമുക്കൊരു കുക്കറിൽ എടുക്കുക. അതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കുക. എടുത്ത് വെച്ച് മുഴുവനായും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്ത് വെച്ച് തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ വറുക്കുമ്പോഴും പൊടി ഇടുന്നുണ്ട്, അതുകൊണ്ട് ഇതിൽ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ആവുന്ന പോലെ നമുക്കൊന്ന് ഇതാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് അടുത്തായിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം. ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ചൂടായ ശേഷം തേങ്ങയും അതുപോലെ തന്നെ ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരച്ചിട്ടുണ്ട്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് അങ്ങനെ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.